വിജയം ആർക്ക്? സ്ഥാനാർത്ഥികൾ ആശങ്കയിൽ. തിരുവനന്തപുരത്ത് ഹാട്രിക് വിജയം ഉറപ്പിച്ച് അംഗത്തിനിറങ്ങിയ UDF സ്ഥാനാർത്ഥികളുടെ വിജയ പരുങ്ങലിലാണ് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ താൻ 1,00,000 വോട്ടിന് വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച തരൂർ പക്ഷേ ഇപ്പോൾ പരാജയത്തിലാണെന്നറിയുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമാക്കി വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിക്കാനാണ് തരൂർ നീക്കം നടത്തുന്നതെന്ന് തരൂരുമായി അടുത്തു ബന്ധമുള്ള കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നു. അതേസമയം ഇലക്ഷന് ശേഷം മാധ്യമങ്ങളെ കാണാത്ത രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ആത്മവിശ്വാസത്തിലാണ്. നഗരമണ്ഡലങ്ങളായ നേമത്തിൽ നിന്ന് 20,000 വോട്ടിന്റെയും വട്ടിയൂർക്കാവിൽ നിന്ന് 12,000 വോട്ടിന്റെയും തിരുവനന്തപുരം സെൻട്രൽ 5,000 വോട്ടിന്റെയും കഴക്കൂട്ട് നിന്ന് 8,000 വോട്ടിനും ഭൂരിപക്ഷത്തിലാണ് BJP പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തെ നഗരമേഖലയിൽ നിന്ന് ലഭിക്കുന്ന 45,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഗ്രാമീണ മേഖലകളായ പാറശാല, നെയ്യാറ്റിൻകര, കോവളം എന്നിവിടങ്ങളിൽ നിന്ന് നന്നായി തരൂർ നേടുന്ന 30,000ത്തിന്റെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കൂടി കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൂടാതെ പുതുതായി ചേർന്ന 60,000 വോട്ടിൽ പകുതിയോളം വോട്ട് രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചേക്കാമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 3,60,000 വോട്ടിനും 3,80,000 വോട്ടിനും ഇടയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ പിടിക്കും എന്നും 1,500 മുതൽ 1,00,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഇത്രയും കാലം തിരുവനന്തപുരത്ത് അട്ടിമറിക്ക് സാധ്യതയില്ല എന്ന് വിലയിരുത്തിയ മലയാള ചാനലുകളും രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ഫലം അടുത്തു വന്നതോടെ കളം മാറ്റി ചവിട്ടുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കാണുന്നത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നതോടെ കേരളത്തിലെ മുന്നണി സംവിധാനം തന്നെ മാറി മറിയുമെന്നാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.